പാലക്കാട്ടുകാർക്ക് ഇപ്പോൾ 12 മണി ഏതാ 4 മണി ഏതാന്ന് അറിയാത്തൊരവസ്ഥയാണ്. അമ്മാരി വെയിലാണ്. എന്തായാലും ഒരു മസാല സോഡ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴത്തെ ചൂടിന് ലൈമ് അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയ്ക്ക് ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കണം. വിചാരിച്ച പോലെയല്ല, അണ്ടകടാഹം മൊത്തം കത്തിപ്പോയി. നമ്മുടെ മദർലാൻഡിൽ ചേട്ടൻ പറയുന്ന പോലെ പകുതിക്ക് പകുതി, അതൊന്നും വേണ്ട, ഇത് ആവശ്യത്തിന് തന്നെ നല്ല എരിവുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ബേൽപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബായി വന്നിരിക്കുന്നു. അവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കാമുകയായിരിക്കും. എന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ മോനെ. എന്നാൽ പിന്നെ ഞാനും വിട്ടില്ല, എനിക്കും പറഞ്ഞു ഒരു മസാലപ്പൂരി. ഈ ചേട്ടനും ഇത് ഇവിടെ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. ഞാനും ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. മസാലപ്പൂരി കാഴ്ചയ്ക്കൊക്കെ കൊള്ളാം, ഇനി എങ്ങനെയുണ്ട് നോക്കാം. എപ്പോഴും ഹിന്ദിക്കാരുടെ കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ള എനിക്ക് ഇത് കുഴപ്പമില്ലാതെയാണ് തോന്നിയത്. ഈ ഐറ്റംസ് കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും മിച്ചറും പരിപ്പൊക്കെ കുറേ വേണം. ചേട്ടാ കുറച്ചിട്ട് പറഞ്ഞിട്ട് അതങ്ങനെ അടിച്ച് കാലിയാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ബായ് അവിടെ നിന്ന് കുറച്ച് ജ്യൂസ്, മിക്സഡ് ഫ്രൂട്ട് മിൽക്ക്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്, അവനത് പാർസൽ വാങ്ങിയിട്ട് പോകുന്നു. ഹിന്ദിക്കാർ വരെ അവിടുത്തെ ഫാൻസായി. എന്നാൽ പിന്നെ എനിക്കും എടുക്ക് ചേച്ചി വരണം പറഞ്ഞ് ഞാനും കുടിച്ചു വരണം. ഈ ഭാഗത്തേക്ക് ഡെലിവറിക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടെ ഫ്രൂട്ട് മിൽക്ക് അല്ലെങ്കിൽ വിബിയേണ്ട നിറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടരത്തിലധികം ഒന്ന് എനിക്ക് മസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കഴിച്ചു നോക്കാത്ത വേറൊരു ഐറ്റം കൂടി കണ്ടു, പാവ് ബജി. എന്നാൽ പിന്നെ ചേട്ടാ അതുകൂടി ഒരെണ്ണം പോരട്ടെ. ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് പിന്നെ ഒരു പന്നെടുത്ത് അതിന് രണ്ടായി കീറി മുറിച്ച് അപ്പുറം ഇപ്പുറം ഇട്ട് ഒന്ന് നന്നായിട്ട് മുരിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പിന്നെ സ്പെഷ്യൽ മസാലയും പിന്നെ നമ്മുടെ മസാലപ്പൂരിയുടെ മസാലയും ഇത് പിന്നെ അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ പാവ് ഭാജി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, സാധനം നന്നായിട്ടുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് ഏകദേശം ഫുള്ളായി. അപ്പോഴേക്കും നമ്മുടെ ജ്യൂസ് മേക്കർ ചേട്ടൻ വന്ന് അതൊക്കെ ഒന്നും കൂടി റീഫിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമല്ലേ. നേരത്തെ കഴിച്ചത് ബദാം ഫ്ലേവറിലായിരുന്നു, എന്നാൽ പിന്നെ ഇത് ചോക്ലേറ്റ് ഫ്ലേവറിലാക്കാമല്ലേ. ആയിക്കോട്ടെ. കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴേക്കും ആ ചേട്ടൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ റോസ് മിൽക്കും ബദാം മിൽക്കും പിന്നെ ചോക്ലേറ്റ് മിൽക്കും എല്ലാം കൂടി ചേർത്തിട്ടൊരു ഐറ്റം അതും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വയറങ്ങോട്ട് പൊട്ടാ. ഒരു മസാല സോഡ കുടിക്കാൻ പോയി ഞാൻ, അതിൻ്റെ കൂടെ 3 ഗ്ലാസ് ഫ്രൂട്ട് മിൽക്കും ഒരു മസാലപ്പൂരിയും ഒരു പാവ് ബജിയും കഴിച്ച് ആ ദിവസം ജിമ്മിൽ നിന്ന് ലീവ് എടുക്കേണ്ട അവസ്ഥയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ലൊക്കേഷൻ വരുന്നത് വടക്കഞ്ചേരി നിറഞ്ഞേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് അന്നം.